രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ കോടതി നടപടികൾക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് നടപടി സ്റ്റേ ചെയ്തത്. 3 മാസത്തേക്കാണ് സ്റ്റേ. DCC പ്രസിഡന്റിന്റെ സ്വകാര്യ അന്യായത്തിലാണ് കോടതി നേരത്തെ കേസെടുത്തത്. സാലി ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് കോടതി നടപടികൾ? അതായത് നവകേരള സദസ്സിനിടെ കണ്ണൂർ കല്യാശ്ശേരിയിൽ നടത്തിയ പരിപാടിയിൽ ഈ രക്ഷാപ്രവർത്തനം എന്നൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ഈ പരാമർശത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ എറണാകുളം CJM കോടതി നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശത്തിനെതിരെ, ആ കോടതി നടപടിക്കെതിരെയാണ് മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ആ ഹർജി പരിഗണിച്ച കോടതി ജസ്റ്റിസ് VG അരുൺ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തിട്ടുണ്ട്. 3 മാസത്തേക്കാണ് സ്റ്റേ. അതായത് ആ കോടതിയുടെ അന്വേഷിക്കാനുള്ള നിർദ്ദേശവും തുടർന്നെടുത്ത നടപടികളും എല്ലാം സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് മുഖ്യമന്ത്രി കൊടുത്ത ഹർജിയിലാണ്. മുഖ്യമന്ത്രി 2-3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത്. ഈ പറയുന്ന ഒന്ന്, ഈ CJM കോടതിയുടെ ജുഡീഷ്യൽ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല ഈ കോടതി പരിഗണിച്ചത്. മറ്റൊന്ന്, തന്നെ ഇതിനെ വ്യക്തിപരമായി ബന്ധിപ്പിക്കാൻ ഉതകുന്ന യാതൊരു കാര്യവും അതിലില്ല. വ്യക്തിവിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയ വിരോധത്തിൻ്റെയും പേരിലാണ് ഇങ്ങനെ ഒരു സ്വകാര്യ അന്യായമായിട്ട് DCC പ്രസിഡന്റ് എത്തിയത്. ആ സ്വകാര്യ അന്യായം പരിഗണിച്ച് കോടതി പരിശോധിക്കാനും അന്വേഷിക്കാനും നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനിടെ പോലീസ് മുമ്പ് ഈ CJM കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിൽ അന്വേഷണത്തിനൊന്നുമില്ല, ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാനും വകുപ്പില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതൊക്കെ കോടതിയുടെ കൈവശം ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിനിടെ മുഖ്യമന്ത്രി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷിക്കാൻ നൽകിയ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് നടത്തിയ CJM കോടതിയിൽ നടന്ന എല്ലാ തുടർ നടപടികളും സ്റ്റേ ചെയ്തിരിക്കുന്നു. 3 മാസത്തേക്കാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. സാലിയാണ് വിവരങ്ങൾ നൽകിയത്.